ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പിന്നെ നമ്മള് പോവുകയാണ് ഗൈസ്. റിട്ടേൺ പോകുന്ന ദിവസമാണ്, വിഷമമുള്ള ദിവസം. എല്ലാവർക്കും ഒരേപോലെ വിഷമമുള്ള ദിവസമാണ്. നല്ല ചൂടും ഉണ്ട്, പക്ഷെ നല്ല മഴക്കോളും ഉണ്ട്. സത്യം അല്ലേ? അത് നമ്മൾ പോകുന്നോണ്ടുള്ള വിഷമത്തിന്റെ പുറത്തേക്കുള്ള ആ ഒരു മഴക്കോളായിരിക്കും അല്ലേ? സത്യം. ഇപ്പൊ നമ്മള് ഇപ്പൊ എത്ര സമയമായിക്കാണ്? ഇപ്പൊ ഒരു 1:30 കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? അപ്പൊ നമ്മൾ ഇനി നേരെ ഭക്ഷണം കഴിക്കണം. പിന്നെ നമ്മളെ സാധനങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാല് ഇന്നലെ എല്ലാം വ്ളോഗെല്ലാം എടുത്തിട്ടെല്ലാം സെറ്റായി നിൽക്കാന്നല്ല വിചാരിച്ചത്. പക്ഷെ എന്തോ ഇന്നലെ ഇവിടെ മൊത്തം എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് തീരുമാനിച്ചു. കാരണം വീട്ടിൽ വന്നിട്ട് എപ്പോഴും ഇതിന്റെ പുറകെ പോകുന്നതിന് പകരം നമ്മളതായിട്ടുള്ള ഒരു ഫാമിലി ടൈം കിട്ടുന്നല്ലോ. വ്ളോഗ് എടുത്തിട്ടുണ്ട്, നിങ്ങളെ കണ്ടിട്ടുണ്ടാവും. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു വന്നിട്ട് അടിപൊളിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ട്രീറ്റ്മെന്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആൾക്കാർ. അതിന് പുറമെ നമ്മളെ കൊണ്ടുപോയാല് കുറെ സാധനങ്ങൾ ഇവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ലൊട്ട, പിന്നെ ചോക്കോ ബൈറ്റ്സ് പിന്നെ കൊട്ടിയപ്പം ഇങ്ങനത്തെ. പക്ഷെ കോഴിയുടെ മാത്രം ഒന്ന് ഫ്ലോപ്പ്. അല്ല, കോഴിയുടെ റിവ്യൂ അറിയണമെങ്കിൽ എന്റെ അനിയത്തിനോട് ചോദിക്കണം. നമ്മളെ കോഴിയുടെ റിവ്യൂ ഒന്ന് പറഞ്ഞു കൊടുക്കും. എങ്ങനെ ഉണ്ടായിരുന്നു കോഴിയുടെ ഫ്ലേവർ ആൻഡ് ടേസ്റ്റ്? മസാലയുടെ ടേസ്റ്റ്. വേറെ ഏതൊക്കെ ഇഷ്ടപ്പെട്ടു ആ സ്നാക്സ് ഐറ്റംസിൽ? ചോക്ലേറ്റിന്റെ ഒരു സാധനം ഉണ്ടായിരുന്നു, ചോക്കോ ചിപ്സ്, പിന്നെ മറ്റേ ഒരു ബോൾ പോലത്തെ സാധനം, തൊട്ട, പിന്നെ മറ്റേ കൊട്ടിയപ്പം, മറ്റേ വട്ടത്തിരിക്കണം. കൊട്ടിയപ്പല്ല, പൊട്ടിയപ്പം. സോറി, വട്ടത്തിരിക്കണം, മറ്റേ പക്കാവട പോലത്തെ ഒരു സാധനം. പക്ഷെ എനിക്ക് മറ്റേ മൂന്നാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട. താങ്ക്സ്. നമുക്ക് എന്റെ മമ്മീനെ കണ്ടുപിടിക്കാം. മീറ്റ് മൈ മമ്മി. ഇതേതായി കുട്ടിപ്പൂത? മീറ്റ് മിസ്റ്റർ കുഞ്ഞ. എങ്ങനെ ഉണ്ടായിരുന്നു കൊണ്ടുവന്ന സ്നാക്സ്? സൂപ്പർ ആയിരുന്നു. അതിൽ ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നാണ് അവൻ ചോദിക്കുന്നത്. അതായത് ലൊട്ടയില്ല, ഇവര് കച്ച് കൂട്ടിയിട്ടല്ല കഴിച്ചത്. പിന്നെ കച്ച് എന്ന് പറഞ്ഞ സാധനം എന്ന് വെച്ചാ ഈ മസാല ആക്കണ ഒരു സാധനം, മസാലയൊക്കെ ആക്കൂലേ, പുളി മുളക് പൊടിയൊക്കെ വെച്ചിട്ട് ആ സാധനം. അതാണ് ലൊട്ട കച്ച് കൂട്ടിയിട്ട് കഴിക്കുക. ഇത് തന്നെ ഉപ്പിലിട്ട് നമ്മൾ കഴിക്കില്ല. ഇപ്പൊ കോഴിക്കോടിലും പോയിട്ടുണ്ടെങ്കിൽ ഉപ്പിലിട്ട് കിട്ടും. ആ ഉപ്പിലിട്ടതിന്റെ അപ്പുറം ഇതേപോലെ തന്നെ ഒരു കച്ച് ഉണ്ടാവും. നമ്മൾ മുളക് ഇതെല്ലാം ചേർത്ത് കഴിക്കുന്നത്, അത് വെച്ച് കഴിച്ചാണ് ടേസ്റ്റ് കൂടുതൽ. അത് ഇവർക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഇവർക്ക് അറിയാത്ത. ഇനി ഇതാ നമ്മുടെ മമ്മി. ഇനി പറ, ഏത് സ്നാക്സ് ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? കറുപ്പ്. ചോക്ലേറ്റ് വടിക്കളിക്കുന്ന കുട്ടിയോടെ പോയി. ഇന്ന് നമ്മൾ പോകുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം? പോണോ ഭാവി? എന്താ പോണോ? പോണ്ട. കുട്ടനോട് ചോദിക്കോ അവന്റെ അമ്മ അതിനകത്ത് വിറയ്ക്കുന്നു. നമ്മൾ പോകുന്നതിനെ പറ്റി നിന്റെ അഭിപ്രായം? നല്ല അഭിപ്രായം. അല്ല, പോണം. നിനക്ക് ഇഷ്ടപ്പെട്ട സ്നാക്ക് ഏതാന്ന് കൊണ്ടുവന്നേല്? എനിക്കൊന്നും ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് അറിയാൻ. ആരോടാ ചോദിച്ചത്? ഒന്നാമത് പനിയായോണ്ട് പിന്നെ വായിക്ക് രുചിയില്ല. പക്ഷെ ഞാൻ ഇന്നലെ വട വാങ്ങിച്ചു കൊടുത്തപ്പോ അതിന് രുചി കിട്ടി തുടങ്ങി. പിന്നെ ഇവിടെ എത്തിയിട്ടാണ് നമ്മള് ആയിരവല്ലി പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയത്. അത് ഇവിടെ കൊണ്ടുപോയത്. എനിക്ക് പൊതുവെ ഇങ്ങനെ ട്രക്കിംഗ് എല്ലാം ചെയ്ത് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇവിടെ പറഞ്ഞ് നമുക്ക് ഇങ്ങനെ കുറെ സ്റ്റെപ്പ് കയറിയിട്ട് പോകേണ്ട ഒരു സ്ഥലം ഉണ്ടെന്നല്ല പറയുന്നത്. അപ്പൊ നമ്മളെ നാട്ടിലാകുമ്പോ പൈതൽ മലയെല്ലാം ആണെങ്കിൽ ഇതിലും കൂടുതൽ ട്രക്കിംഗ് ഉള്ളതാണ്. പക്ഷെ ഇങ്ങനെ കുത്തനെയുള്ള സ്റ്റെപ്പുള്ള ടൈപ്പ് ട്രക്കിംഗ് അല്ല. ഇത് ഒരുമാതിരി കാട്ടിന്റെ നടുക്കൂട്ടി ഒരു യാത്ര. പക്ഷെ അടിപൊളിയാണ്. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തത്. കാരണം ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടും. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാല് അടിപൊളി വീഡിയോസും എല്ലാം എടുക്കാനും പറ്റും. പോരാത്തതിന് നല്ല അടിപൊളി, എന്താ പറയാ, വ്യൂ അടിപൊളിയാ. എല്ലാം കൊണ്ടുള്ള വ്യൂ അടിപൊളിയാ. അതിന്റെ മേലൊരു ക്ഷേത്രമുണ്ട്, ശിവനും പാർവതിയും ഒരുമിച്ച് വരുന്ന ക്ഷേത്രം, ആയിരവല്ലി ടെമ്പിൾ എന്ന് പറയുന്നത്. അതും നൈസ് ചെയ്യും സംഭവം. അവിടെ പോയിട്ട് നമ്മൾ തിരിച്ചിറങ്ങി വന്നിട്ടാണ്, ഞാനൊക്കെ എപ്പോഴും ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ബജ്ജിക്കടയുണ്ട്, അവിടെ നിന്ന് അത് ട്രൈ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇപ്രാവശ്യം ഞാൻ അത് ട്രൈ ചെയ്ത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുളക് ബജ്ജി ഇല്ല. ഈ കായ് ബജ്ജി ഉണ്ടല്ലോ, കായ് ബജ്ജിയും പിന്നെ ഉഴുന്നുവട എന്റെ അമ്മോ അടിപൊളി സാധനം. ചമ്മന്തി, അതിന്റെ കൂട്ടത്തിൽ കിട്ടുന്ന ചട്നി ഉണ്ട്. ചട്നിയിൽ മുക്കി തിന്നുമ്പോ അതിന്റെ ടേസ്റ്റ് വീണ്ടും നല്ല ഇരട്ടിയായിട്ട് വരും. ഇനിയിപ്പം ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചാൽ ഇനി നമ്മൾ ഇവിടെ കുറച്ചു നേരം കൂടിയേ ഉണ്ടാവും. ബിരിയാണി ഉണ്ട്, ചോറും ഉണ്ട്. അതിൽ ഇവൻ
ബിരിയാണി. കാരണം എനിക്ക് എന്തായാലും ബിരിയാണി എന്തെങ്കിലും ഇങ്ങനെ ബിരിയാണി വേണം. അത് തന്നെയാണ് മെയിൻ. തലശ്ശേരിക്കാരോട് ഇത് പറയേണ്ട ആവശ്യമില്ല. ബിരിയാണി എന്നല്ല, നമ്മൾ ബിരിയാണിയും ചോറും വെച്ച് ഫസ്റ്റ് പ്രിഫർ ചെയ്യുക ബിരിയാണിയാണ്. നിങ്ങൾ പക്ഷെ അങ്ങനെയല്ല. ട്രിവാൻഡ്രംകാർ എപ്പോഴും ചെയ്യുന്നതാണ് സദ്യ. ഓൾവേസ് പ്രിഫർ ദ സദ്യ ഓഫ് ഇന്ത്യ. യെസ്. പിന്നെ ഇവിടെ എല്ലാവരും നമ്മൾ പോകുന്നതിന്റെ വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതാ മൂങ്ങാമുത്തശ്ശിയുണ്ട് അവിടെ വന്നിരിക്കുന്നു. വിഷമം ഇല്ല, ഒരു വിഷമവും ഇല്ലേ? വിഷമമില്ല പോലും. നീ പോകുന്നതിൽ ഇവർക്കൊന്നും വിഷമം ഇല്ലാന്ന്. നിനക്ക് വിഷമമുണ്ടാ? നമ്മുടെ പോകുന്നതിൽ വിഷമമുണ്ടാ? നമുക്ക് പോവാം. നമുക്കിപ്പം തന്നെ പോവാം. ബാഗ് ഇവക്ക് ഇവിടുന്ന് പോണം എന്നുള്ള ഒരു മനസ്സും ഇല്ല. പക്ഷെ ഇവക്ക് പോയാലേ ഇവിടെ ജോബ് സെറ്റ് ആവും. നിങ്ങൾ പോവാതിരിക്കൂലല്ലോ. ഓ, ഇമോഷണൽ ട്രാക്കിംഗ് അതിവിടെ നടക്കൂല. ഇനിയിപ്പോ എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കട്ടെ. സമയമായി അല്ലേ? രാവിലെ നേരത്തെ കഴിച്ചോണ്ട് കഴിച്ചത്. പക്ഷെ എന്തായാലും നമ്മൾ ഇവിടെ നേരത്തെ ഇറങ്ങുമല്ലോ. ആ, ഉറക്കം നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. കറണ്ടൊന്നും ഇല്ലേ? കറണ്ട് പോയിനെ. ഓ, ഇത് നീ ഉറങ്ങുന്നോണ്ട് കാണാത്ത കറണ്ടെല്ലാം പോയിന്. കറണ്ട് പോയിട്ടില്ല എന്നാ പറഞ്ഞത്. ചോദിക്കണാ? ഇന്നലെ കറണ്ട് പോയിനാ? കറണ്ട് ഇന്നലെ പോയിട്ടില്ലേ? ഇന്നലെ കറണ്ട് പോയിട്ടില്ല. അതാ പോയി. ഞാൻ 100% ഞാൻ അറിഞ്ഞിന്. നിങ്ങൾ ഇവിടെ അല്ലേ? ഈ ലോകത്തല്ലേ? 100% ഞാൻ അറിഞ്ഞില്ല. എന്നാ പിന്നെ ഞാൻ പ്രയത്നം കണ്ടിരുന്നു. കാരണം കറണ്ട് പോയി ഈ വീട്ടിന്റെ റൂമിൽ കിടക്കാനേ പറ്റൂല. സത്യമായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. കറണ്ട് പോയിട്ടത് ഞാൻ കറക്റ്റ് ആയിട്ട് ഞാൻ അറിഞ്ഞിന്. പിന്നെ വന്നത് ഞാൻ അറിഞ്ഞിന്. പക്ഷെ എന്തായാലും സുഖത്തില് 9 മണി വരെ കിടന്നുറങ്ങി. ഇന്ന് പോകുന്നത് പ്രമാണിച്ച് ഇവിടെ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട്. കാണണ്ടേ? വാ നോക്കിട്ട്. ചോറൊന്നുമല്ല, ബിരിയാണി ഉണ്ട്. ഞാൻ കണ്ടുപിടിച്ച്. ഇങ്ങോട്ടോ വേണ്ട, തുറക്കി. ബിരിയാണി, ചിക്കൻ കറി, പിന്നെ സാലഡ്, പിന്നെ ചോറ്. എന്താ ഞാൻ പോരിയേ? ഫോൺ വിളിയെല്ലാം കഴിഞ്ഞോ? ഗൈസ്, ഇവനില്ല ഒരു കോഴിയായി കാണുന്നുണ്ട്. നമുക്ക് ചോറ് എന്താ ഉള്ളത് നോക്കാം. ചോറിന് എന്തൊക്കെയുണ്ട്? ഇതെന്താ ഇത്? അവിയല്, ചീര വറവ്. ബീട്രൂട്ട് അല്ലേ ഇത്? ബീട്രൂട്ട് അല്ല, ഇങ്ങനെ വെക്കാവോ? ബീട്രൂട്ട് അല്ല, നമുക്ക് ഇങ്ങനെ മുതുക്ക് സൈസിലാണ് ഉണ്ടാക്കിട്ടുള്ളത്. ചോറ്, അവിയല്, പിന്നെന്തുണ്ട്? തോരൻ എപ്പോഴും കൊത്തി കൊള്ളാണ്. എന്ത് തോരൻ? കഷ്ണം കൊള്ളത്തില്ല. ചേരിന് വെച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിന്ന പീസായിട്ട്. പിന്നെ എന്താ ഇതെന്താ? ഫിഷ് ഫ്രൈ. എന്ത് ഫിഷ് ഇത്? ഇത് മിണ്ടൂലേ? മത്തി അല്ലല്ലോ അത്. ഇത് മത്തിയല്ല, കിരിച്ചാള. കീരിച്ചാളെന്ന് വെച്ചാല് മുള്ളുള്ള വെർഷൻ നമ്മൾ അവിടെയുള്ള. അത് നെയ്മത്തി എന്നെല്ലാം പറയുന്ന പോലത്തെ അല്ലേ? നെയ്മത്തി വേറെ ഇതെന്താ സംഭവം എന്നുള്ള എനിക്ക് അറിഞ്ഞൂടാ. ഇത് മുള്ളുള്ള ഏതോ ഒരു മീന്. ഇത് അങ്ങനെ കുറെ ഐറ്റംസ് എല്ലാം ഉണ്ട്. എന്തായാലും നമ്മളെല്ലാം ഫുഡെല്ലാം കഴിച്ചിട്ട് വരാം. ചോറും ബിരിയാണിയും എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിച്ചിട്ട് വയറെല്ലാം നിറഞ്ഞ ഒരുമാതിരി വീർത്തിരിക്കുന്നതാണ് അല്ലേ? കുറച്ച് ചോറ് കഴിച്ച ആദ്യം, അത് കഴിഞ്ഞ് കുറച്ച് ബിരിയാണി കഴിച്ചു. പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ചോറായിരുന്നു. ബിരിയാണി എന്നല്ല ഇവിടുന്ന് കാവടി കളിച്ച് പോയിട്ടുണ്ടെങ്കിലും ചോറും മോര് കറിയും മീൻ പൊരിച്ചതും കൂട്ടി തിന്നുമ്പോഴുള്ള രുചിയുണ്ടല്ലോ, ടോപ്പ് നോച്ച് എന്ന് തന്നെ പറയും. തലശ്ശേരി ബിരിയാണി ആണെങ്കിലും മാറുവേ. തലശ്ശേരി ബിരിയാണി ഞാൻ തിരിച്ചു പറയും. അതാണ് കാര്യം. ഞാൻ തിരിച്ചു പറയില്ല, കാരണം എനിക്ക് വീട്ടിലെ ഫുഡ് തന്നെയാണ് നിനക്ക് മെയിൻ ആയിട്ട് ഇഷ്ടം. അവിടെ എത്തിയതിനു ശേഷം മുതൽ ഇവിടെ ഫുഡിന്റെ ടേസ്റ്റ് എല്ലാം കംപ്ലീറ്റ്ലി വ്യത്യാസമാണ്. കാരണം നീ ഇവിടെ കഴിക്കുമല്ലേ? എന്റെ പരം കൂടിയിട്ട് ഇവിടെ ഫുഡിന്റെ ടേസ്റ്റേ കംപ്ലീറ്റ്ലി ഇവിടെ മാറി. ഇപ്പൊ ചിക്കൻ, ഷവർമ, പിന്നെ ഞാൻ ഇന്നത്രയും കഴിക്കൂല. പിന്നെ ഞാൻ ഡെയിലി ഉണ്ടാക്കുന്നില്ല. ഒരുമിച്ചല്ലേ ഇപ്പൊ കഴിക്കല്? മുന്നേ ഞാനാണെങ്കിൽ ഇടക്കെല്ലാം പുറത്തുനിന്ന് കഴിക്കും. പക്ഷെ ഇപ്പൊ ഇവിടെ ഉള്ളതുകൊണ്ട് ചോറും മീനെല്ലാം ഇടയ്ക്ക് രാത്രിയിൽ ഇരുന്ന് കഴിക്കും. പക്ഷെ രാത്രി എനിക്ക് ചോറൊന്നും നടക്കൂല. നിങ്ങൾക്ക് തന്നെ നോക്കിയിട്ട് രാത്രി എല്ലാവരും ചോറ് കഴിക്കുന്ന എത്ര ആള് കുറവാണ് ഇപ്പൊ. ചപ്പാത്തി വേണ്ട, പുട്ട് വേണ്ട, ഒന്നും വേണ്ട. അപ്പൊ പിന്നെ വെളിയിൽ നിന്ന് കഴിക്കാനുള്ള അത്ര പാടിലാണ് ആ വക ഡയലോഗ്. എന്ന് വെച്ചാൽ മന്തി പുറത്തെ സാധനം ഞാൻ എപ്പോഴൊന്നും കഴിക്കലൊന്നുമില്ല. കാരണം മന്തി എനിക്ക് ഒരുപാട് ചോറ് ഇതിലുള്ളതുകൊണ്ട് എനിക്ക് വലിയ
പിടിക്കലില്ല. നല്ല അടിപൊളി സ്പോട്ടിലാണെങ്കിൽ നമ്മൾ കഴിക്കും, പക്ഷെ അത് വല്ലപ്പോഴും കഴിക്കും. അത് ഉച്ചക്കെ മന്തി കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ളൂ, രാത്രി കഴിക്കുന്നത് ഞാൻ പ്രിഫർ ചെയ്യൂല. നീ എപ്പോഴും ശ്രദ്ധിച്ചു ഇവിടെ വന്നാലുള്ള വേറൊരു പ്രത്യേകത, പോണ്ട ദിവസമാകുമ്പോ സമയം പെട്ടെന്ന് പോകും. ഇന്നലെ ഒന്നും അങ്ങനെ പോയിട്ടേ ഇല്ലല്ലോ അല്ലെ? ഇന്നലെ എത്രയോ ടൈം നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുവായിരുന്നത്, പക്ഷെ ഇന്ന് വേഗം പോകും. ഇന്ന് എന്തെങ്കിലും ആക്ടിവിറ്റി ഉണ്ടാവും. പല കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടില്ല. ഇത്തവണ ചെയ്തതിന് ചിലതെല്ലാം നടന്നിനെ. അതായത് ഒരുപാട് ഇതാക്കിയിരുന്നു. നമ്മൾ വ്ലോഗ് എടുക്കേണ്ടത് നമ്മൾ അത്യാവശ്യം നമ്മൾ നല്ലോണം എടുക്കുന്നുണ്ട്. ഡാൻസ് വർക്ക്ഷോപ്പ്, ഡാൻസ് സ്റ്റുഡിയോ പോകണമെന്ന് വിചാരിച്ച് നടന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ ഒരു ഔട്ട്ലൈൻ മാത്രം ഇട്ട് വരാൻ പാടുള്ളൂ. പക്ഷെ നമ്മളിത് 2 ഡേയ്സിൽ വന്നോണ്ടാണ് അത്ര ഭയങ്കര തിരക്കായി. നമ്മൾ ഒരുപാട് ചിന്തിച്ച് കൂട്ടി എക്സ്പെക്ട് ചെയ്ത് വരുന്ന സമയത്ത് നമുക്കൊന്നും നടക്കൂല. അതിന് നമ്മള് വിഷമിച്ചിട്ട് കാര്യമില്ല. ഓണം ഷൂട്ട് എടുക്കാൻ വന്നിട്ട് ഷൂട്ട് എടുക്കേണ്ട ആളവിടെ ബെഡിൽ മറിഞ്ഞു കിടക്കുന്നുണ്ട്. കാര്യം ഷില്ലുവും നമ്മൾ 3 എല്ലാരും കൂടി പോവാന്നായിരുന്നു വിചാരിച്ചത്. ഞാൻ അതിനുവേണ്ടി ഡ്രസ്സ് അടക്കം കൊണ്ടുവന്നു, ഇവിടെ കൊണ്ടുവന്നിനെ. പക്ഷെ ഷില്ലു കോഴിക്കോട് അപ്പോഴത്തേക്കും പോയി. കോഴിക്കോട് നിന്ന് തിരിച്ചു വന്ന് ഇവിടെ എത്തുമ്പോഴത്തേക്കും വയറ്റുപോക്കും തൂറലും ഛർദിയും, വയറിളക്കുന്നൊന്നും പറയില്ല, തൂറലും ഛർദിയും ഷില്ലുവിന് അതേപോലെ മാണ്ട് കിടപ്പുണ്ട്. അതുകൊണ്ട് അതും നടന്നിട്ടില്ല. ഇനിയിപ്പം നമ്മളവിടെ പോയി വല്ല ഓണം ഷൂട്ട് അങ്ങനെ എടുത്ത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഗൈസ് വേറെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്, അത് നമുക്ക് നാട്ടിൽ ചെന്നിട്ട് കാണാം അല്ലേ? ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആയിട്ട് ഇപ്പൊ നാട്ടിൽ പോകുന്നുണ്ട്. പക്ഷെ ഇന്ന് ഇവിടുന്ന് പോകുമ്പോ ഒരു വിഷമമുണ്ട്, എനിക്ക് എപ്പോഴും ഉള്ളതാണ്. അതായത് ഇവിടുന്ന് പോകുമ്പോ ഒരു ഭയങ്കര ഒരു വിഷമാണ്. അത് പണ്ടും അതുപോലെ തന്നെ ഇപ്പൊ അതുപോലെ തന്നെ. എന്തുകൊണ്ടത് മാറുന്നില്ല? ഇവിടെ കാര്യം അത് ഓർക്കുമ്പോഴാ പോകുമ്പോ വിഷമാണെങ്കിലും നമുക്ക് അല്ലേ. എന്നുവെച്ചാല് സ്വന്തം വീടും നാടും എന്ന് പറയുന്നത് അത് വേറൊരു ഫീൽ തന്നെയാണ്. അത് നമുക്ക് വേറെ ഒന്നിലും നമുക്ക് അവിടെ കിട്ടൂല. ഇപ്പൊ എത്ര നല്ല അടിപൊളി മറ്റേ മരുമോളായിട്ട് അവിടെ കയറിയെന്നോ അല്ലെങ്കിൽ ആ വീട് നമ്മൾ പുറത്തു പോകുന്ന വീട് എത്ര നല്ല മനോഹരമാണെന്ന് പറഞ്ഞാൽ നമുക്ക് കാര്യമില്ല. സെയിം വീട് തന്നെ, അതൊന്നും ഒരു മാറ്റമില്ല, വ്യത്യാസമൊന്നുമില്ല. പക്ഷെ സ്വന്തം വീടും നാടും വരുമ്പം കുറച്ച് ഒരു പൊടിക്ക് നമ്മള് ചേഞ്ച് ആവും. നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലവും കാണുമ്പോ നമുക്കൊരു ഫ്രണ്ട്സ് ഇവിടെ എല്ലാരും ഇവിടെ ഇല്ലേ, അതിന്റെ ഒരു ചെറിയ ഇത് ഇത്രേ ഉള്ളൂ. പിന്നെ ഇപ്രാവശ്യം വന്നിട്ട് എനിക്ക് ആരെയും കാണാൻ പോകാൻ പറ്റില്ല. ഫ്രണ്ട്സ്, ഡാൻസിലുള്ള ടീംസ് ആരെയും കാണാൻ പോകാൻ പറ്റില്ല. ഉണ്ടായിരുന്നു പക്ഷെ നടന്നിട്ടില്ല. പോവാൻ നേരം അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ അപ്പോഴത്തേക്ക് എന്താ ചെയ്യുന്നത് വെച്ചാല് നമ്മളെ ബാഗുകൾ 2 ഉണ്ട്, അത് 2 പാക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഇവിടെ കുറെ ഡ്രസ്സും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് വീണ്ടും ലഗേജ് കൂടിയിട്ടാണ് ഉള്ളത്. അതിന് പുറമെ ഇവിടെ കുറച്ച് ആൾക്കാരും കൂടി എത്തിയിട്ടുണ്ട്. നമ്മളെല്ലാരും കൂടി നമ്മളെ കല്യാണത്തിന്റെ വീഡിയോ വന്നിട്ടുണ്ട്, കണ്ടില്ലേ? എല്ലാരും ഇത് കാണുന്നതാണ്. ഇതാണ് നമ്മുടെ ചിന്നു ചേച്ചി, ഇത് ചാരു ക്ഷേത്രക്കുട്ടി, ഇത് കുഞ്ഞാവ ഡുണ്ടുപ്പെണ്ണ് അല്ലേ? ഡുണ്ടുപ്പെണ്ണ്. ഇനിയിപ്പം വേറെ പരിപാടി ഒന്നുമില്ല. ഇനിയിപ്പം എന്തായാലും കുളിച്ചെല്ലാം സെറ്റായിട്ട് നമ്മുടെ ഫുഡ് ഒന്നും കൂടി നമ്മൾ ഓർഡർ ചെയ്യാനുണ്ട്. അതെല്ലാം വന്നിട്ട് നമ്മൾ മെല്ലനെ ഇവിടെ നിന്ന് ഇറങ്ങും. അപ്പൊ നിങ്ങൾക്ക് കാണാം കുറച്ച് കരയുന്ന കാഴ്ചകളെല്ലാം. ചിലപ്പം കറിയും ചിലപ്പോൾ കറിയില്ല, കാരണം അടുത്ത മാസം നമ്മൾ ഒരു വരവും കൂടി ഇവിടെ വരുന്നുണ്ട്. ഓണത്തിന്റെ ടൈമാണല്ലോ. അപ്പൊ എന്തായാലും നമുക്ക് എല്ലാവർക്കും വരണം. കുളിച്ച് സുന്ദരിയായി വന്നല്ലോ. എന്തായാലും മുഖത്തൊരു മ്ലാനത. പോകുമ്പോ നമുക്ക് മ്ലാനതയാണല്ലേ. പോകുമ്പോ നമുക്ക് മ്ലാനത തന്നെ അല്ലേ? നമ്മളെ ഫുഡെല്ലാം എത്തി ഗൈസ്. ഇനി ഇത് വേണം രാത്രി സ്റ്റേഷനിൽ പോയിട്ട് നമുക്ക് കഴിക്കാനല്ലേ. നമ്മളെപ്പോ ഇപ്പം പോകുമ്പോൾ ഷവർമയാണ് പ്രിഫർ ചെയ്യല്. ഷവർമ ആവുമ്പോൾ നമുക്ക് നല്ല ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യാം. പിന്നെ അധികം ഗ്യാസോ കാര്യങ്ങളൊന്നും കുടുങ്ങൂല. പൊതുവെ ഈ ട്രെയിനിലെല്ലാം ഇരുന്നിങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്തെല്ലാം ഗ്യാസ് ഭയങ്കരമായിട്ട് ഫോം ചെയ്യും. അപ്പൊ ഈ ചപ്പാത്തി എല്ലാം കഴിക്കുമ്പോൾ പൊതുവെ ഗ്യാസ് കൊടുക്കും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ചപ്പാത്തി സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ നേരെ ഷവർമയിലേക്ക് പിടിച്ചത്. ഇവിടുത്തെ ഷവർമ കൊണ്ടുവന്നപ്പോഴാണ് ഞാൻ പ്രത്യേകത കണ്ടത്. നമ്മളെവിടെയെല്ലാം ട്രെയിലാ തരുന്നെങ്കിൽ ഇവിടെ കിഴി പോലെ കിട്ടിയിട്ടാ തന്നത്. അതെന്തുകൊണ്ടാ? അത് ഞാനും ആദ്യമായിട്ടാണ് സത്യം. ഇനി ഷവർമ തന്നെയാണോ തന്നതെന്നുള്ളത് അറിയണ്ടിക്കണി സ്റ്റേഷനിൽ പോയാലും നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് എന്തായാലും 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുമല്ലേ. 1 മണിക്കൂറും കൂടി ഇവിടെ. അത് കഴിഞ്ഞാൽ പക്ഷെ അടുത്ത മാസം വരും. അപ്പം പ്രശ്നമില്ല. അതുകൊണ്ടിട്ട് സന്തോഷം. ഗൈസ് നമ്മൾ ഇറങ്ങേണ്ട ടൈമായി അല്ലേ? പോട്ടാ, പോയിട്ട് അടുത്ത ഓണത്തിന് വരാം. ഈ ഓണത്തിന് വരാം. ബൈ. എന്തുവാടാ ഇത്? ഞാൻ പറയണില്ല. ഏസ് എല്ലാവരും ബാഗെല്ലാം എടുത്തിട്ട് ഇവിടെ അമ്മ മുന്നിലേക്ക് നടന്നിട്ടുണ്ട്. ഇനി ഇവിടെ നേരെ ബസ്സിലല്ലേ പോകുന്നത്? ബസ്സിൽ പോയിട്ട് അവിടെ നേരെ സ്റ്റേഷനിലേക്ക് നമ്മൾ പിടിക്കും. തിന്നാനെല്ലാം ഉണ്ട്, എല്ലാം ബാഗിലുണ്ട്. ബൈ ബൈ ബൈ. ഏസിന് നമ്മൾ നേരെ സ്റ്റോപ്പിലേക്ക് നടക്കുന്നു കേട്ടോ. അവിടുന്ന് നേരെ സ്റ്റേഷനിലേക്ക് പോകും. നേരെ സ്റ്റേഷൻ എത്തിയിട്ട് കാണാം അല്ലേ? നമ്മൾ സ്റ്റേഷനിലെത്തി.
ഇവിടെ ഇനി 2.5 മണിക്കൂർ നമ്മൾ കാത്തു നിൽക്കണം. 9:30 വണ്ടി. ഇപ്പൊ നമ്മൾ രണ്ടാളും ഭയങ്കര ഓക്വേർഡായിട്ട് നിൽക്കുന്ന എന്തുകൊണ്ടാണെന്ന് അറിയാം. ഞാൻ ഇങ്ങനെ ക്യാമറ തിരിച്ചാൽ ഉള്ള എല്ലാ ആൾക്കാരും നമ്മളെ തന്നെയാണ് ഇങ്ങനെ തുറച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് കാണുമ്പോൾ നിനക്കും തോന്നുന്നു, നമുക്കൊന്നും തോന്നുന്നില്ല. അവര് നോക്കട്ടെ, നമ്മളെ പണി ചെയ്യും അല്ലേ? പിന്നെ കാണുന്നില്ലല്ലോ. സത്യമാണ്, വേറെ എന്തിനാണ് ഇവര് നമ്മൾ ചിലപ്പോ നമ്മൾ ചാനലിൽ പോയി കാണുമായിരിക്കും. എത്തി നോക്കട്ടെ എന്താ നടക്കുന്നത് കാണണം. ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട്. ഫുഡ് കഴിക്കണ്ടേ? എപ്പം കഴിക്കും? ഒരു 7:30 കഴിക്കാം. 7:20 നമ്മൾ ഷവർമ്മ കഴിച്ച് തീരാറായി കേട്ടാ. ഷവർമ്മ എങ്ങനെയുണ്ട്? ഞാൻ ആദ്യം വിചാരിച്ചത് ഇവിടുന്ന് കഴിച്ചു കഴിഞ്ഞാല് വിശപ്പ് പോവൂലെന്നാ. പക്ഷെ ഇത് കഴിച്ചപ്പോഴത്തേക്ക് വിശപ്പ് മാറി. ഇത്ര കിൻഡല് കൊണ്ടപ്പോ എനിക്ക് മനസ്സിലായി. കിഴിന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഫില്ലിങ്ങും പിന്നെ നല്ല കട്ടിയുള്ള ബ്രെഡാ. അതുകൊണ്ട് എന്തായാലും വിശപ്പടങ്ങും. ഇനി വേറെ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. എനിക്കിപ്പോ എന്തായാലും ഒരു കാപ്പിയും കൂടി കുടിക്കണം, അല്ലാണ്ട് നടക്കൂല. എനിക്ക് ഇതിലുള്ള കുറച്ച് വെജീസും കൂടി കഴിച്ചാലേ സെറ്റ് ആവും. നമ്മളെ ട്രിവാൻഡ്രം ജേണി ഇപ്രാവശ്യം കുറച്ചേ ഉള്ളൂ. അതായത് 2 ദിവസം മാത്രമേ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. ഇനി നെക്സ്റ്റ് ഡേ, അതായത് നെക്സ്റ്റ് മന്തിൽ വരുന്ന സമയത്ത് നമ്മൾ കൂടുതൽ സ്ഥലങ്ങളിൽ എക്സ്പ്ലോർ ചെയ്യാനും സ്പെൻഡ് ചെയ്യാനും നമുക്കുണ്ട്. കൂടുതൽ സ്ഥലങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഓണമല്ലേ, ഓണത്തിന്റെ അടിപൊളി കുറച്ച് ഗെയിംസും കാര്യങ്ങളായിട്ട് നമുക്ക് മാക്സിമം വരാൻ വേണ്ടി നോക്കാം. അപ്പൊ ഇനിയിപ്പോ നമുക്ക് എന്തായാലും ട്രെയിനിന് വേണ്ടിയിട്ട് കുറച്ചു നേരം കൂടി ഇവിടെ പാട്ടെല്ലാം കേട്ടിരിക്കട്ടെ. അപ്പൊ ഗൈസ്, അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.